കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പഴയ വോട്ടർ പട്ടിക അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടി 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തത്. വിസിയുടെ നടപടി ചോദ്യം ചെയ്ത SFI നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. നവംബർ 6-നാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. അഹമ്മദ് മുജ്തബയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുജ്തബ, എന്തൊക്കെയാണ് ഇടക്കാല ഉത്തരവിൽ? പഴയ അംഗങ്ങൾ ഉൾപ്പെടുത്തി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്താണ് SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ കൂടിയായ M. ശ്രീനാഥ് ഹൈക്കോടതിയെ സമീപിച്ചത്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരണഘടന പ്രകാരം ജനറൽ കൌൺസിൽ അംഗങ്ങളുടെ കാലാവധി 1 വർഷമോ അതല്ലെങ്കിൽ അടുത്ത കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വരെയോ ആണ്. 18/9/2025 അതായത് ഏറ്റവും പുതിയ വിജ്ഞാപനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഹർജിക്കാരനടക്കമുള്ള അംഗങ്ങളെ ഒഴിവാക്കി അതിനു പകരം മുമ്പുള്ള അംഗങ്ങൾ ഉൾപ്പെടുത്തി സെനറ്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ശരിയല്ല എന്നാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് ഈ ഹർജി തീർപ്പാക്കുന്നവരെ സെനറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലുള്ള ജനറൽ കൌൺസിൽ അംഗങ്ങളുടെ കാലാവധി പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതോടെ അവസാനിച്ചോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അടുത്ത 15-ന് നവംബർ 15-ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും 2 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ സെനറ്റ് തെരഞ്ഞെടുപ്പിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്.